വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ബ്രൈറ്റ് അക്കാദമി ഇന്ന് സംഘടിപ്പിച്ച മനസ്സും ആരോഗ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉള്ള ഒരു സെമിനാറിലാണ് നാം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ആരോഗ്യം എന്ന വിഷയം എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന് നമ്മൾ ഒരു തയ്യാറെടുപ്പാണ് ആദ്യം വേണ്ടത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്ത് എണീച്ച ഉടനെ ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനയ്ക്ക് പോവുകയാണെങ്കിലും ആ പോകുന്നത് 1 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതിന് ചിലവഴിച്ച് ആ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം എന്നുള്ളതാണ്. വ്യായാമം നിർബന്ധമായിട്ടും എല്ലാവർക്കും ആവശ്യമാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും എന്നും അതിനൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ചിലവഴിക്കുക തന്നെ വേണം. അപ്പോഴേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ചിലർ ഡേറ്റായിട്ട് ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ രാത്രിയിലെ ഭക്ഷണം ഒരു 7 മണിക്ക് മുമ്പെങ്കിലും കഴിച്ച്, അത് 1/3 എന്ന് മുഹമ്മദ് നബി പ്രവാചകൻ പറഞ്ഞത് 1/3. അപ്പോൾ നമ്മൾ അത്തിപ്പഴത്തിൻ്റെ കണക്കൊക്കെയാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്. അത്തിപ്പഴം പോലെ അത് അത്തിമരത്തിലാവരുത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത് വളരെ കുറച്ച് കഴിക്കുക. ആരോഗ്യം എന്നുള്ളൊരു വിഷയം, നമുക്ക് എന്തെല്ലാം സമ്പത്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വീടുണ്ടാവും, കാറുണ്ടാവും, വലിയ വലിയ ബംഗ്ലാവ്, വീട്, നമുക്ക് ഒരുപാട് സ്വത്ത്, പലതൊക്കെ നല്ല വരുമാനം ഉണ്ടാവും. പക്ഷേ ആരോഗ്യമാണ് നമ്മളെ സമ്പത്ത്. അതുകൊണ്ട് എല്ലാവരും ആരോഗ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. അത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ആരോഗ്യത്തിൽ നല്ല സമാധാനമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമാണ്. ആരോഗ്യമില്ലാതെ രോഗിയായി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് അപ്പോൾ അതുപോലെ നല്ല മനസ്സ് പറഞ്ഞാൽ നല്ല മനസ്സുണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞു ഹോർമോൺ, ശരിയായ ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതും വ്യായാമത്തിൽ കൂടി തന്നെയാണ് ഉണ്ടാകുന്നത്. എൻഡോഫിൻസ് എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ ഹോർമോൺ. അതേപോലെ തന്നെ രണ്ടാമത്തത് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുക, അതാണ് ടോപ്പമിൻ. ടോപ്പമിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലുള്ള ഭാര്യ, കുട്ടികളൊക്കെ അവർ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുക, അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഗതി ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഹോർമോണാണ് സിറോട്ടോൺ. അതിന് വലിയ കാര്യമൊന്നും ചെയ്യേണ്ട, ഒരു പഴുത്ത നേന്ത്രപ്പഴം കഴിച്ചാൽ മതി. പിന്നെ നാലാമത്തെ ഒരു ഹോർമോൺ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു, അത് എന്താണ് വേണ്ടത്? അടുത്ത് നിർത്തുക, ആളുകളെ അടുത്ത് നിർത്തുക. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. കുട്ടിയെ എടുത്ത് ആ കുഞ്ഞിനെടുത്ത് മടിയിൽ വെച്ചാൽ അമ്മക്ക് പാല് വരും. അപ്പോൾ അതാ സന്തോഷം വല്ലാതെ. ഇതൊക്കെ നമ്മളെ ആരോഗ്യത്തിൻ്റെ ഓരോ ഭാഗത്താണ്. അതുപോലെ നല്ല സമാധാനത്തോടെ, നല്ല ആരോഗ്യത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വിഷയത്തിൽ മറ്റ് നേതാക്കൾ